എൻ്റെ ക്ലാസ് തുടങ്ങിയാണ് 5th സെമ്മിൽ. എൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അതിൽ 4 മൊഡ്യൂളാണ് ഉള്ളത്. 4 പേര് വെച്ചാണ് ഓരോ മൊഡ്യൂളും എടുക്കുന്നത്. ഞാൻ എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയാണ്. ബയോഡൈവേഴ്സിറ്റി സബ്ജക്റ്റ് എൻവിറോൺമെൻറ്റൽ അവയർനെസ്, ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി തുടങ്ങാം. ബയോഡൈവേഴ്സിറ്റി ഈസ് ദ അബ്രിവിയേറ്റഡ് വേർഡ് ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. Bio means life or living organisms. Diversity means variety. അതായത് ലിവിങ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ലൈഫിൻ്റെ വെറൈറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയിൽ ബയോ മീൻസ് ലിവിങ് ഓർഗാനിസംസ്, ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസത്തിനെ പറ്റി പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. So, biodiversity is the total variety of life on our planet, the total number of races, varieties and species. അതായത് നമ്മുടെ പ്ലാനറ്റിലുള്ള വിവിധ ജീവജാലങ്ങളുടെയും ആ ജീവജാലങ്ങളുടെ വർഗീകരണത്തെ പറ്റിയും ഉള്ള പഠനത്തെ പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്നത്. The sum of total of various types of microbes, plants and animals in a system. അതായത് നമ്മുടെ പ്ലാനറ്റിലുള്ള, അതായത് നമ്മുടെ പ്ലാനറ്റ് എന്ന സിസ്റ്റത്തിലുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും സൂക്ഷ്മജീവികളെ പറ്റിയുമുള്ള കൂടിച്ചേരലിനെ പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി. ഇനി ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ബയോംസ്, BIOMES, ബയോംസ് എന്നൊരു ടേം ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ബയോംസ് ക്യാൻ ബി കൺസിഡേർഡ് ലൈഫ് സോൺസ് എൻവിറോൺമെൻറ്റ് വിത്ത് സിമിലർ ക്ലൈമറ്റിക്, ടോപ്പോഗ്രാഫിക് ആൻഡ് സോയിൽ കണ്ടീഷൻസ് ആൻഡ് റഫ്ലി കമ്പയറബിൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ്. അതായത് എവിടെയാണോ ഒരേ കാലാവസ്ഥയും ഒരേ ഭൂമി സവിശേഷതയും ഒരേപോലത്തെ സോയിൽ കണ്ടീഷൻസും ഉള്ള അവിടെയുള്ള ലൈഫ് സോണിനെ, അവിടെയുള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവിതം, അതിനെപ്പറ്റി പറയുന്നതാണ് ബയോംസ്. ഒരേപോലത്തെ കാലാവസ്ഥയിൽ സിമിലർ ക്ലൈമാറ്റിക്, ടോപ്പോഗ്രാഫിക് ഫീച്ചേഴ്സും സോയിൽ കണ്ടീഷൻസും എവിടേക്കാണോ ഒരുപോലെ വരുന്നത് അവിടെയുള്ള ലൈഫ് സോണിനെ പറ്റി പറയുന്നതാണ് ബയോംസ്. The biomes shelter an outstanding variety of living organisms, that is from desert to dripping rain forest, അതുപോലെ തന്നെ from highest mountain to deepest ocean trenches. Life occurs in a marvelous spectrum of size, shape, color and interrelationship. അതായത് വലിയ പർവ്വതങ്ങളായിക്കോട്ടെ, സമുദ്രത്തിൻ്റെ അടിഭാഗമായിക്കോട്ടെ, അല്ലെങ്കിൽ ഡെസേർട്ട് മരുഭൂമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്നും മഴ പെയ്യുന്ന പ്രദേശങ്ങളായിക്കോട്ടെ, അവിടെയുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ സൈസിനെയും ഷേപ്പിനെയും കളറിനെയും അവരുടെ ഇൻ്റർ റിലേഷൻഷിപ്പിനെയും എല്ലാം നമുക്ക് ബയോംസ് എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കാം. The variety of living organisms, the biodiversity makes the world beautiful. അതായത് ഈ ബയോഡൈവേഴ്സിറ്റിയിലുള്ള വെറൈറ്റി ഓഫ് ഓർഗാനിസങ്ങളാണ് ഈ ഭൂമിയെ മനോഹരമാക്കുന്നത്. ഇനി പ്രസൻ്റായിട്ട് ഏകദേശം 1.4 മില്യൺ സ്പീഷീസ് ഉണ്ട്. ബട്ട് ബേസ്ഡ് ഓൺ ന്യൂ ഡിസ്കവറീസ് ബൈ റിസർച്ച് എക്സ്പെഡിഷൻസ് മെയിൻലി ഇൻ ട്രോപ്പിക്സ്, there are around 3 to 50 million different species may be alive today. ന്യൂ ഡിസ്കവറീസ് അനുസരിച്ചും റിസർച്ചേഴ്സ് അനുസരിച്ചും ഇന്ന് ഭൂമിയിൽ 3 മുതൽ 50 മില്യൺ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്തെന്നുള്ള കാര്യം പറഞ്ഞു, ബയോംസ് എന്നുള്ള ടേം എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി പറയുന്നതാണ് ഇപ്പോൾ ഭൂമിയിൽ ന്യൂ ഡിസ്കവറീസും അതുപോലെ റിസർച്ചും അനുസരിച്ച് 3 മുതൽ 50 വരെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റിയുടെ വിവിധ ലെവൽസ്. The concept of biodiversity may be analyzed in 3 different levels. They are ecosystem diversity, species diversity and genetic diversity. Ecosystem diversity. First one, species diversity. Second one, genetic diversity. Third one.
Ecosystem diversity means the combination of biotic and abiotic animals. Biotic animals എന്ന് പറഞ്ഞാൽ എന്താ? ബയോട്ടിക് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആനിമൽസ്, പ്ലാന്റ്സ്, അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസ്. ആ ബയോട്ടിക് എലമെന്റ്സും അബയോട്ടിക് എലമെന്റ്സ് ആയ സോയിൽ, എയർ, വാട്ടർ അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെ പറ്റി പറയുന്നതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അതായത് ഇത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും, അതിനെ പറയുന്നതാണ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ദാറ്റ് ഈസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ biotic and abiotic elements are known as ecosystem diversity. The diversity at an ecological level or habitat level is known as an ecosystem diversity. അതായത് ഒരു എക്കോളജിക്കൽ ലെവൽ അല്ലെങ്കിൽ ഒരു പാർപ്പിടം, ആ ജീവനുള്ള വസ്തുക്കൾ ജീവിക്കുന്ന പാർപ്പിടം, അവരുടെ ആവാസ വ്യവസ്ഥയെ പറ്റി പറയുന്നതിനെ നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതായത് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പറ്റിയിട്ടുള്ള വെറൈറ്റീസിനെ പറ്റിയും നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പുഴ കൺസിഡർ ചെയ്യാം. ആ റിവറിൽ ഫിഷസ് ഉണ്ടാവും, അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ടാവും, മസിൽസ് ഉണ്ടാവും, ആൻഡ് എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ബീൻ അഡാപ്റ്റഡ്. അതായത് പുഴയിൽ മത്സ്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ അവിടെയുള്ള സൂക്ഷ്മജീവികളുണ്ടാകും, പിന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടാകും ആ പുഴയിൽ. അതിനെ പറയുന്നതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അപ്പം ഒരു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പറ്റി നമുക്ക് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന ഡെഫിനിഷനിലൂടെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റൽ ടൈപ്സ് ഇൻ എ റീജിയൻ. It explains the interaction between living organisms and physical environment in an ecosystem. അതായത് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് ഒരു കാര്യം കൂടെ എടുത്ത് പറയാം. ഇറ്റ് എക്സ്പ്ലെയിൻ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ഫിസിക്കൽ എൻവിറോൺമെൻറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം. ജീവനുള്ള വസ്തുക്കളുടെയും അവരുടെ ഫിസിക്കൽ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പരിസ്ഥിതിയെയും തമ്മിലുള്ള ഇൻട്രാക്ഷനെയും നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയോടെ വിസ്തരിക്കാവുന്നതാണ്. അപ്പോൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റിയുടെ 3 ഡെഫിനിഷൻ ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് എലമെന്റ്സ്. അതുപോലെ തന്നെ ഒരു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പറ്റി ഉള്ള വെറൈറ്റീസിനെ നമുക്ക് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് റിവർ എക്കോസിസ്റ്റം. റിവറിൽ, പുഴയിൽ ഫിഷസ് ഉണ്ടാവും, അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ടാവും, മസിൽസ് ഉണ്ടാവും, ആൻഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സും ഉണ്ടാകും. അതുപോലെ തന്നെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ഓർഗാനിസംസ് ആൻഡ് ഫിസിക്കൽ എൻവിറോൺമെൻറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ discrete groups of organisms of the same kind is known as species. Species diversity is the diversity between different species. അതായത് ഒരേ തരത്തിലുള്ള സെയിം കൈൻഡിലുള്ള ഓർഗാനിസത്തെ പറ്റി പറയുന്നതാണ് സ്പീഷ്യസ്. വർഗ്ഗങ്ങൾ, ഒരേ തരത്തിലുള്ള ഓർഗാനിസത്തെ പറ്റി പറയുന്നതാണ് സ്പീഷ്യസ്. ആ സ്പീഷ്യസിൻ്റെ പല വെറൈറ്റീസിലുള്ള സ്പീഷ്യസിനെ എടുത്ത് പറയുന്നതാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. ഒന്നുകൂടെ പറയാം. സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഗം, അതായത് ഒരേ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുറേ കൂട്ടങ്ങളെ പറയുന്നതാണ് സ്പീഷ്യസ്. അങ്ങനെയുള്ള 2-3 സ്പീഷ്യസിനെ, ഒന്നിലേറെ സ്പീഷ്യസിനെ എടുത്ത് പറയുന്ന ഒരു ഡൈവേഴ്സിറ്റിയാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. ദ സം ഓഫ് വെറൈറ്റീസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് അറ്റ് ദ സ്പീഷ്യസ് ലെവൽ ഈസ് നോൺ ആസ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. അതാണ് പ്രോപ്പർ ഡെഫിനേഷനായിട്ട് പറയുന്നത്. The sum of varieties of all living organisms at the species level is known as species diversity. പല സ്പീഷ്യസുകളുടെ കൂട്ടത്തെ നമ്മൾ പറയുന്നതാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. Species diversity describes the number of kinds of organisms within individual communities or ecosystems. അതായത് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി കുറേ കൈൻഡ്സ് ഓഫ് ഓർഗാനിസത്തിനെ പറ്റി പറയും. എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസത്തിനെ പറ്റി പഠിക്കാൻ സാധിക്കും. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡെഫിനിഷൻ ഒന്നുകൂടെ വിസ്തരിച്ച് പറഞ്ഞേക്കുവാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ നമ്പർ ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് വിത്തിൻ ഇൻഡിവിജ്വൽ കമ്മ്യൂണിറ്റീസ് ഓർ എക്കോസിസ്റ്റം. ഇനി the biotic component is composed of a large number of species of plants, animals and microorganisms which interact with each other and with the abiotic component of an environment. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ജീവനുള്ള ഭൂമിയിലെ ജീവനുള്ള ചെടികളും മൃഗങ്ങളും മൈക്രോ ഓർഗാനിസംസും എല്ലാം അബയോട്ടിക് കമ്പോണൻറ്റ്, അതായത് സോയിൽ, എയർ, വാട്ടർ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, the total number of species living on earth is approximately more than 2 million. However, only around 1.5 million are found and assigned scientific names. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം 2 മില്യണോളം ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ പക്ഷേ പകുതി എണ്ണത്തിന് മാത്രമേ സയൻറ്റിഫിക് നെയിമുള്ളൂ. അപ്പോൾ അത് പ്ലാന്റ് സ്പീഷ്യസ്, അതിനകത്ത് പ്ലാന്റുകൾ സസ്യങ്ങളുടെ വർഗ്ഗത്തെ എടുത്ത് പറയുകയാണെങ്കിൽ ആപ്പിൾ, മാംഗോ, വീറ്റ്, ഗോതമ്പ്, മുന്തിരി, റൈസ്, അരി അവയൊക്കെ പ്ലാന്റ് സ്പീഷ്യസിന് എക്സാമ്പിളായിട്ട് പറയാം. ആപ്പിൾ, മാംഗോ, വീറ്റ്, ഗ്രേപ്സ് ആൻഡ് റൈസ്. ആനിമൽ സ്പീഷ്യസിനായിട്ട് എക്സാമ്പിളായിട്ട് പറയാം ലയൺ, ടൈഗർ, എലിഫൻറ്റ്, ഡീർ എക്സെട്ര. അപ്പോൾ പല സ്പീഷ്യസിനെ പറ്റിയുള്ള പഠനത്തെ പറയുന്നതാണ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. പ്ലാന്റ് സ്പീഷ്യസിന് എക്സാമ്പിളായിട്ട് നമുക്ക് ആപ്പിൾ, മാംഗോ, വീറ്റ്, ഗ്രേപ്സ്, റൈസ് അവയെല്ലാം പറയാം. അതുപോലെ തന്നെ ആനിമൽ സ്പീഷ്യസിന് എക്സാമ്പിളായിട്ട് ലയൺ, ടൈഗർ, എലിഫൻറ്റ്, ഡീർ അവയെയും പറയാവുന്നതാണ്. എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കഴിഞ്ഞു, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി കഴിഞ്ഞു. തേർഡ് വൺ, ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി മീൻസ് a species with different genetic chara is known as a subspecies or gene. അതായത് ഒരു വർഗത്തിനുള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ജനറ്റിക് ക്യാര ആയിട്ടുള്ള ഡിഫറെൻറ്റ് ജീനുകൾ ഡിഫറെൻറ്റ് ജനറ്റിക് ക്യാരയുള്ള കൂട്ടത്തെ പറയുന്നതാണ് സബ് സ്പീഷ്യസ് ഓർ ജീനസ്. അപ്പോൾ ഒരു വർഗത്തിൽ ഡിഫറെൻറ്റ് ജനറ്റിക് ക്യാര ഉള്ളവയെ പറയുന്നതാണ് സബ് സ്പീഷ്യസ് ഓർ ജീൻസ്. ജനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് എ മെഷർ ഓഫ് വെറൈറ്റി ഓഫ് വേർഷൻസ് ഓഫ് സെയിം ജീൻ വിത്തിൻ ഇൻഡിവിജ്വൽ സ്പീഷ്യസ്. അപ്പോൾ എന്തു പറയാം, ഒരു വർഗത്തിൻ്റെ ഉള്ളിലെ ഒരേപോലത്തെ ജീൻ ക്യാര ഉള്ള അവയെപ്പറ്റി പറയുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ഒരേപോലത്തെ ക്യാര ഉള്ള പല സബ് സ്പീഷ്യസ് ഉണ്ടാവും. ആ സബ് സ്പീഷ്യസിൻ്റെ വെറൈറ്റിയെ പറയുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അങ്ങനെ പറയാം, ഒരു വർഗത്തിൻ്റെ ഉള്ളിൽ ഒരേപോലത്തെ ക്യാരയുള്ള സബ് സ്പീഷ്യസ് ഉണ്ടാകും. ആ വെറൈറ്റി ഓഫ് സബ് സ്പീഷ്യസിനെ പറ്റി പറയുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. വിത്തിൻ ഇൻഡിവിജ്വൽ സ്പീഷ്യസ് ദർ ആർ വെറൈറ്റീസ് that are slightly different from one another. These differences are due to difference in the combination of genes. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇൻഡിവിജ്വൽ സ്പീഷ്യസ്, അതായത് മനുഷ്യന്മാരിൽ തന്നെ മനുഷ്യവർഗമുണ്ടെങ്കിലും അവയുടെ ഉള്ളിൽ ഈ മനുഷ്യവർഗത്തിനുള്ളിൽ ഒത്തിരി സബ് സ്പീഷ്യസ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് ജനറ്റിക് ക്യാരയുള്ള കൂട്ടങ്ങളുണ്ട്. അവയെപ്പറ്റി ഒരുമിച്ച് പറയുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ 3 ലെവൽസ് ഓഫ് ഡൈവേഴ്സിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വൺ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ആൻഡ് തേർഡ് വൺ ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ 2 എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം റൈസ് വെറൈറ്റീസും ടീക്ക് വുഡ് വെറൈറ്റീസും. റൈസ് വെറൈറ്റീസ് എല്ലാം ഒരു വർഗത്തിലാണ് പെടുന്നത്. ആ വർഗത്തിൻ്റെ ഉള്ളിൽ തന്നെ സബ് സ്പീഷ്യസ് ഉണ്ടായിരിക്കും. ആ സബ് സ്പീഷ്യസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അവയുടെ കളർ അനുസരിച്ചോ അവയുടെ ഷേപ്പ് അനുസരിച്ചോ അവയുടെ സൈസ് അനുസരിച്ചോ അവയുടെ ഉള്ളിലുള്ള റൈസ് അരി അതിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിയൻ കണ്ടന്റ് അനുസരിച്ചോ ആയിരിക്കും. അങ്ങനെ ഒത്തിരി സബ് സ്പീഷ്യസ് ഉണ്ട്. ആ സബ് സ്പീഷ്യസിനെ പറ്റി ഒരുമിച്ചുള്ള അതിൻ്റെ ആ വെറൈറ്റീസ് ഓഫ് സബ് സ്പീഷ്യസിനെ പറ്റി ഒരുമിച്ചുള്ള പഠനമാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ആയിട്ട് വരുന്നത്.
അതുപോലെ തന്നെ ടീക്ക് വുഡ് വെറൈറ്റീസ്, തേക്ക്. അത് തേക്കുകൾ പലതരത്തിലുണ്ട്. ഇന്ത്യൻ ടീക്ക്, ബർമ ടീക്ക്, മലേഷ്യൻ തേക്ക്, ടീക്ക്. അവയെ പറ്റിയുള്ള വെറൈറ്റീസ് ഓഫ് ടീക്ക് അല്ലെങ്കിൽ ആ വെറൈറ്റീസ് ഓഫ് തേക്കിനെ പറ്റിയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് മറ്റൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നത്. ലാസ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. മെയിനായിട്ട് ബയോഡൈവേഴ്സിറ്റിക്ക് 2 ഫങ്ഷനാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഓൺ വിച്ച് ദ എൻറ്റയർ ഹ്യൂമൻ സ്പീഷീസ് ഡിപ്പെൻഡ് ഓൺ ഫോർ ഫുഡ്, ഫൈബർ, ഫ്യൂവൽ ആൻഡ് മെഡിസിൻ. അതായത് എല്ലാ ജീവജാലങ്ങളും എന്ന് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ ജാലങ്ങളും അവയുടെ ഫുഡിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ഫൈബർ, ജീവിത വസ്ത്രങ്ങൾ, അതുപോലെ നാരുകൾക്ക് വേണ്ടിയും, ഫ്യൂവൽ, മെഡിസിൻ, അതിനു വേണ്ടി എല്ലാം ആശ്രയിക്കുന്ന ഒരു സോഴ്സാണ് ബയോഡൈവേഴ്സിറ്റി എന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ബയോസ്ഫിയർ വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു സ്റ്റെബിലിറ്റി ഇൻ ക്ലൈമറ്റ്, വാട്ടർ, സോയിൽ, ഓവറോൾ ഹെൽത്ത് ഓഫ് ബയോസ്ഫിയർ. ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഈ ഹ്യൂമൻ സ്പീഷീസ് ജീവജാലങ്ങളെല്ലാം അവയുടെ ക്ലൈമറ്റിനെയും വാട്ടറിനും സോയിലിനും ഓവറോൾ ഹെൽത്തിനും വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ബയോസ്ഫിയർ വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു സ്റ്റെബിലിറ്റി ഇൻ ക്ലൈമറ്റ്. ജീവജാലങ്ങളും സ്റ്റെബിലിറ്റി ഇൻ ക്ലൈമറ്റ്, കാലാവസ്ഥ സ്റ്റേബിളാക്കുക, വാട്ടർ ഒന്നും വേണം, സോയിൽ, മണ്ണ് നല്ലതായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിന് വേണ്ടിയും ഈ ബയോഡൈവേഴ്സിറ്റിയെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതായിരുന്നു. ബയോഡൈവേഴ്സിറ്റി കൺക്ലൂഡ് ചെയ്യുകയാണ്. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ബയോഡൈവേഴ്സിറ്റിയിൽ ബയോംസ് എന്നുള്ള ടേം പറഞ്ഞു. പിന്നെ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പറഞ്ഞു. 3 ലെവൽസാണുള്ളത്, എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി 2 ഉണ്ട്. ആ 2 കാര്യങ്ങളും പറഞ്ഞു.